എല്ലാവർക്കും നമസ്കാരം. ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ് എന്ന പുസ്തകമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ 5ാമത്തെ ബ്ലോക്കിലെ 4ാമത്തെ യൂണിറ്റാണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. എന്താണ്? പാർട്ടിഷൻ ഓഫ് ബംഗാൾ, ആൻറ്റി പാർട്ടിഷൻ സ്ട്രഗിൾ, സ്വദേശി മൂവ്മെൻറ്റ്സ്. ബംഗാൾ വിഭജനം, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്വദേശി മൂവ്മെൻറ്റ്സ് എന്തൊക്കെയായിരുന്നു എന്നാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്കൊരു 1905 കാലഘട്ടത്തിലുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലുള്ളൊരു ചരിത്രമാണ് പഠിക്കാനുള്ളത്. 1905 അതിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? പാർട്ടിഷൻ ഓഫ് ബംഗാൾ വളരെ പ്രധാനപ്പെട്ട ഒരു കൊല്ലമാണ് കേട്ടോ. 1905 ഇന്ത്യയെ ബംഗാൾ സ്ഥലം, ഇന്ത്യയിലെ ബംഗാൾ എന്ന് പറയുന്ന പ്രൊവിഷ്യൻസിനെ 2ആക്കിയിട്ട് തിരിക്കുകയാണ്. ഈസ്റ്റ് ബംഗാളും വെസ്റ്റ് ബംഗാളും ആക്കി തിരിക്കുകയാണ്. അതിൽ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ മുസ്ലിം മെജോറിറ്റി ഉള്ള ഭാഗവും ഹിന്ദു മെജോറിറ്റി ഉള്ള ഭാഗം, അതായത് മുസ്ലിം ജനത കൂടുതലായിട്ട് താമസിക്കുന്ന ഭാഗം എന്നും ഹിന്ദു ജനത കൂടുതലായിട്ട് താമസിക്കുന്ന ഭാഗം എന്നും 2ആക്കിയിട്ട് വിഭജിക്കുകയാണ്. ഈ വിഭജനം നടത്തിയിട്ടുള്ള അന്നത്തെ വൈസ്രോയ് ആരായിരുന്നു എന്ന് വെച്ചാൽ ലോർഡ് കേഴ്സൺ ആയിരുന്നു. കേഴ്സൺ പ്രഭു എന്നറിയപ്പെടുന്ന കേഴ്സൺ ആയിരുന്നു അന്ന് നടത്തിയിട്ടുള്ളത്. ഇത് 3 ഇമ്പോർട്ടൻ്റ് ആണ്. 1905 ഡിവിഷൻ ഓഫ് ബംഗാൾ അഥവാ ബംഗാൾ വിഭജനം അത് നടത്തിയിട്ടുള്ളത് കേഴ്സൺ, ലോർഡ് കേഴ്സൺ. ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഈ ലോർഡ് കേഴ്സനെ തന്നെ നമ്മൾ ചരിത്രകാരന്മാർ കണക്കാക്കുന്നത് ഡൽഹൌസിക്ക് ശേഷം ഇന്ത്യയിൽ അതേ പാത പിന്തുടർന്നിട്ടുള്ള ഒരു ഭരണാധികാരി എന്ന് പറയുന്നത് കേഴ്സൺ തന്നെയായിരുന്നു എന്നാണ് കണക്കാക്കുന്നത്. ഡൽഹൌസിയുടെ പിന്തുടർച്ചക്കാരൻ എന്ന് കേഴ്സനെ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. അത് ഡൽഹൌസിക്ക് ശേഷം അതേ രീതിയിലുള്ള നടപടികൾ ഇന്ത്യക്കാരോട് സ്വീകരിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു കേഴ്സൺ എന്ന് പറയുന്നത്. ഇനി എങ്ങനെയായിരുന്നു കേഴ്സന്റെ ഒരു രീതികളെന്നൊക്കെ, പ്രധാനപ്പെട്ട പോളിസീസ് എന്തൊക്കെയായിരുന്നു നോക്കാം. 1899 മുതൽക്ക് 1905 വരെയാണ് കേഴ്സന്റെ വൈസ്രോയ് ആയിട്ടുള്ള ഇന്ത്യയിലെ ഭരണകാലയളവ് എന്ന് പറയുന്നത്. കേഴ്സൺ കൊണ്ടുവന്നിട്ടുള്ളൊരു നിയമമാണ് കൽക്കത്ത കോർപ്പറേഷൻ ആക്ട് 1899. 1899 കൽക്കത്ത കോർപ്പറേഷൻ ആക്ട് അദ്ദേഹം കൊണ്ടുവരുന്നു. അതിൽ പ്രകാരം ഇന്ത്യൻസിന്റെ കുറെ പ്രാതിനിധ്യം പല ബ്രിട്ടീഷ് ഓഫീസിലും ഉണ്ടായിരുന്നു അല്ലേ, അതിൻ്റെ എണ്ണം കുറയ്ക്കുക എന്നതായിരുന്നു ഈ ഒരു ആക്ടിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അതായത് തെരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങളുടെ, ഇന്ത്യക്കാരായിട്ടുള്ള അംഗങ്ങളുടെ ലെജിസ്ലേച്ചറിലുള്ള പ്രാധാന്യം കുറച്ചുകൊണ്ടാണ് 1899 കൽക്കത്ത കോർപ്പറേഷൻ ആക്ട് വരുന്നത്. ദെൻ അടുത്തത് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആക്ട് 1904, 1904 ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളുടെ നിയമം. എന്തിനാണ് ഈ നിയമം കൊണ്ടുവന്നു വെച്ചാൽ ഗവൺമെന്റിന് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്ക് ഈ യൂണിവേഴ്സിറ്റികളുടെ മേലുള്ള അധികാരം കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു നിയമം കൊണ്ടുവന്നത്. അതായത് ഈ യുവാക്കളുടെ ഇടയ്ക്ക്, പഠിക്കുന്ന യുവാക്കളുടെ ഇടയ്ക്കൊക്കെ നാഷണലിസം അഥവാ ദേശീയത എന്നൊരു വികാരം വളരെ വലുതായിട്ട് വളരുന്നുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് ഇത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഈ നിയമം കൊണ്ടുവരുന്നത്. അതായത് ബ്രിട്ടീഷുകാർക്ക് യൂണിവേഴ്സിറ്റികളുടെ മേലുള്ള അധികാരം കൂട്ടുക. അതാണ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആക്ട് 1904. മറ്റൊന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു പോളിസി ആയിരുന്നു ഇന്ത്യക്കാരോട് വളരെയധികം പുച്ഛം നിറഞ്ഞൊരു മനോഭാവം അദ്ദേഹം സ്വീകരിച്ചിരുന്നു. ഇന്ത്യക്കാര് എന്താ പറയുക, സംസ്കാരമില്ലാത്തവരാണ്, ഒരുപാട് പുറകിൽ നിൽക്കുന്നവരാണ്, ബ്രിട്ടീഷുകാർ ഉയർന്നവരും നമ്മൾ താഴ്ന്നവരുമാണ് എന്നൊരു ചിന്താഗതി ഉണ്ടായിരുന്ന ആളായിരുന്നു ലോർഡ് കേഴ്സൺ. അപ്പം അങ്ങേയറ്റം പുച്ഛത്തോട് കൂടിയിട്ട് ഇന്ത്യൻ ജനതയെ തന്നെ എപ്പോഴും മോശമാക്കി ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു കേഴ്സൺ. അദ്ദേഹം ബംഗാളിലുള്ള ജനങ്ങളെ കവേർഡ്സ്, ഭീരുക്കൾ എന്നൊക്കെയാണ് അഭിസംബോധന ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലും തീരെ റെസ്പെക്റ്റ് ഇല്ലാത്ത ഒരു പെരുമാറ്റമായിരുന്നു ഇന്ത്യക്കാരോട് ഉണ്ടായിരുന്നത്. ഇനി മറ്റൊന്ന് അദ്ദേഹം ചെയ്തതാണെന്ന് ബംഗാൾ വിഭജനം എന്ന് പറയുന്നത്. ഈ
4 പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ലോർഡ് കേഴ്സൺ, ഈ 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ലോർഡ് കേഴ്സൺ ചെയ്തിട്ടുള്ളത്. ഇത് തന്നെയായിരുന്നു കേഴ്സണെതിരെ ഒരു ദേശീയ വികാരം ഉണ്ടാവാനും ദേശീയത അത് പുറത്തേക്ക് വരികാനും അതൊരു ജനങ്ങളിലിടയിലേക്ക് എത്തി അതിനെ ദേശീയതയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ദേശീയത മുൻനിർത്തിക്കൊണ്ട് ജനങ്ങൾ മുന്നിലേക്ക് ഇറങ്ങി പോരാടാനൊക്കെ കാരണമായത് ലോർഡ് കേഴ്സന്റെ ഈ നടപടികളാണ് നമുക്ക് പറയാം. അപ്പോൾ ദേശീയത എന്നൊരു കാര്യമാണ്. അപ്പോൾ കേഴ്സന്റെ ഇത്തരത്തിലുള്ള പോളിസികളുടെ കേഴ്സന്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ഇന്ത്യയിലെ മാറ്റങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു വൻ ജനത്തോതിൽ ആളുകൾ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ തുടങ്ങി, ആയുധമേന്തി ജനങ്ങൾ പ്രതികരിക്കാൻ തുടങ്ങി എന്നത് അതിൻ്റെ ഒരു മാറ്റമായിരുന്നു. സ്ത്രീകളും കുട്ടികളും സ്റ്റുഡൻസ് വിദ്യാർത്ഥികളും കൂടുതലായി പ്രതിഷേധ രംഗത്തിലേക്ക് കടന്നു വരുന്നത് 1905 ശേഷമാണ്. ദെൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ ഒരു മേജർ സ്പ്ലിറ്റ് ഉണ്ടായി, 2 ഡിവിഷൻ ഉണ്ടായി. മോഡറേറ്റ്സ് എന്നും എക്സ്ട്രീമിസ്റ്റ് എന്നുള്ള 2 ഡിവിഷൻ ഉണ്ടായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഇടയ്ക്ക്. 1907 ഈ ഡിവിഷൻ ഉണ്ടാകുന്നത്. അതിനുശേഷം 1915 ഈ ഡിവിഷൻ മാറി പിന്നെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരുമിച്ച് ചേരുകയും ചെയ്യുന്നത്. ദെൻ ലോകമാന്യ തിലക് അഥവാ ബാലഗംഗാധര തിലക്, അതുപോലെ തന്നെ മഹാത്മാഗാന്ധി തുടങ്ങിയ 2 പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കാൻ മുന്നോട്ട് വന്നു. ദെൻ ഈ ബ്രിട്ടീഷുകാരുടെ ഭരണം എന്ന് പറയുന്നത് അഴിമതി നിറഞ്ഞതും ചൂഷണം നിറഞ്ഞതും ഒട്ടും തന്നെ എന്താ പറയാ ന്യായത്തിന്റെ പക്ഷത്ത് നിന്നുകൊണ്ടല്ലാത്തതുമായിട്ടുള്ള ഭരണമാണ്, അന്യായമായിട്ടുള്ള ഭരണരീതിയാണ് എന്ന് തുറന്നു പറയാൻ ഇന്ത്യക്കാർ തയ്യാറായി എന്നുള്ളതാണ്. ദെൻ ബാലഗംഗാധര തിലകിന്റെയൊക്കെ നേതൃത്വത്തിൽ ഒരുപാട് പോരാട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട് ആദ്യകാലങ്ങളിൽ. ഇദ്ദേഹത്തിനെയാണ് ഫസ്റ്റ് ആൻഡ് സ്ട്രോങ്ങസ്റ്റ് അഡ്വക്കേറ്റ്സ് ഓഫ് സ്വരാജ് എന്ന് പറയുന്ന ആശയം ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ബാലഗംഗാധര തിലകാണെന്നാണ് പറയുന്നത്. സ്വരാജ്, സ്വയം രാജ്യം എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു കോട്ടായിരുന്നു. സ്വരാജ് ഈസ് ബൈ ബർത്ത് റൈറ്റ് ആൻഡ് ഐ ഷാൽ ഹാവ് ഇറ്റ്. ചോദ്യം വരാൻ സാധ്യതയുള്ള ഒന്നാണ് കേട്ടോ. ഈ കോട്ട് ആരുടെയാണെന്നുള്ളത് ബാലഗംഗാധര തിലകിന്റെയാണ്. സ്വരാജ് ഈസ് മൈ ബർത്ത് റൈറ്റ് ആൻഡ് ഐ ഷാൽ ഹാവ് ഇറ്റ്. സ്വരാജ് എന്നുള്ളത് എൻ്റെ അവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യുമെന്നുള്ളൊരു മുദ്രാവാക്യമാണ് അദ്ദേഹം വെച്ചത്. ദെൻ ഇദ്ദേഹത്തിൻ്റെ ഒപ്പം തന്നെ ബാലഗംഗാധര തിലക്, ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ, അരബിന്ദോ ഘോഷ് തുടങ്ങിയവരൊക്കെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പ്രവർത്തിക്കാൻ രംഗത്തേക്ക് വരികയും ചെയ്തു. അപ്പോൾ ഇതായിരുന്നു അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. കേഴ്സന്റെ പോളിസീസിൻ്റെ ഒക്കെ ഒരു ഇമ്പാക്റ്റ്, അതെങ്ങനെയാണ് ഇവിടെ അതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് എന്തായിരുന്നു എന്നുള്ളത് തന്നെ നമുക്ക് പറയാനുള്ളത്. ദെൻ സ്വദേശി മൂവ്മെന്റ്. എന്തായിരുന്നു സ്വദേശി മൂവ്മെന്റ്? വളരെ ചുരുക്കി പറഞ്ഞാൽ സ്വദേശി മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ വിദേശ വസ്ത്രങ്ങൾ ഉപേക്ഷിക്കുക, ഇന്ത്യ നിർമ്മിത വസ്തുക്കൾ ഉപയോഗിക്കുക, അതായിരുന്നു സ്വദേശി മൂവ്മെന്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത്. സ്വദേശി, സ്വന്തം ദേശത്ത് ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നതായിരുന്നു അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഇത് ആദ്യകാലം മുതൽക്ക് തന്നെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നെങ്കിലും അതൊരു മൂവ്മെന്റ് ആയിട്ടൊരു എന്താ പറയുക പ്രൊട്ടസ്റ്റ് ആയിട്ടൊക്കെ വരുന്നത്, ഒരു പ്രതികരണ രൂപത്തിൽ അല്ലെങ്കിൽ പോരാട്ടമായിട്ടൊക്കെ വരുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണെന്നുള്ളതാണ്. 20ാം നൂറ്റാണ്ടോട് കൂടിയിട്ട് ബോയ്ക്കോട്ട് ഫോറിൻ ഗുഡ്സ് ആൻഡ് പ്രൊമോട്ട് സ്വദേശി ഗുഡ്സ് ആൻഡ് ബോയ്ക്കോട്ട് ഫോറിൻ ഗുഡ്സ്. ഈ ബോയ്ക്കോട്ട് ഫോറിൻ ഗുഡ്സ് എന്ന് കേവലം വാചകം മാത്രമായിരുന്നില്ല ഇവർക്ക് ഉണ്ടായിരുന്നത്. ഒരുപാട് ഫോറിൻ ഗുഡ്സ് വരുന്ന ഫാക്ടറികൾ കത്തിച്ച് കളയുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇനി ഇതിനു വേണ്ടിയിട്ട് ഇവരൊരു റെസൊല്യൂഷൻ, ഒരു പ്രമേയം പാസ്സാക്കുന്നുണ്ട്. കൽക്കത്ത സിറ്റി ഹാളിൽ വെച്ചിട്ട് ഓഗസ്റ്റ് 7, 1905 കൽക്കത്ത സിറ്റിയിൽ വെച്ച് റെസൊല്യൂഷൻ വരുന്നുണ്ട്. ബോയ്ക്കോട്ട് റെസൊല്യൂഷൻ. ഈ വിദേശ വസ്ത്രങ്ങൾ ഉപേക്ഷിക്കാൻ വേണ്ട, വിദേശ നിർമ്മിത ഉൽപ്പന്നങ്ങൾ, വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ ഉപേക്ഷിക്കുക എന്ന് മുൻനിർത്തിക്കൊണ്ടൊരു പ്രമേയം, റെസൊല്യൂഷൻ പാസ്സാക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് മാഞ്ചസ്റ്ററിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന തുണികളും അതുപോലെ തന്നെ ലിവർപൂളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉപ്പും ഇത് രണ്ടും ഉപയോഗിക്കാതെ നിരോധിക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ. നിരോധിക്കുക എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ചെയ്യേണ്ടതാണ്. അത് രണ്ടും ഉപയോഗിക്കാതിരിക്കുക അതായിരുന്നു പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ലിവർപൂളിൽ നിന്നുള്ള ഉപ്പും മാഞ്ചസ്റ്ററിൽ നിന്നുള്ള തുണികളും ഉപയോഗിക്കാതിരിക്കുക എന്നൊരു തീരുമാനമാണ് ഇവർ ഈ റെസൊല്യൂഷൻ്റെ ഈ പ്രമേയത്തിന്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവരന്ന് ഉയർത്തിപ്പിടിച്ച ഒരു മുദ്രാവാക്യമായിരുന്നു വന്ദേ മാതരം. വന്ദേ മാതരം എന്ന മുദ്രാവാക്യത്തോടെയാണ് സ്വദേശി മൂവ്മെന്റ് മുന്നേറിയിട്ടുള്ളത്. അതായിരുന്നു അവരുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ഇവര് വിദേശ വസ്തുക്കൾ വിൽക്കുന്ന
ഷോപ്പുകൾ, കടകളൊക്കെ കത്തിക്കുകയും അത് ആ വസ്ത്രങ്ങളും അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ വേണ്ടാന്ന് വെക്കുക, അല്ലെങ്കിൽ അത് ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമല്ല, ഇത്തരത്തിൽ വരുന്ന ഫാക്ടറികളൊക്കെ ഇല്ലാതാക്കുകയും ചെയ്തു. പല ഫോറിൻ ക്ലോത്ത്സും, വിദേശ വസ്ത്രങ്ങൾ പരസ്യമായി തന്നെ കത്തിച്ച് കളയുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു, ബേൺഡ് ഫോറിൻ ക്ലോത്ത്സ്. ദെൻ മറ്റൊന്നാണ് പിക്കറ്റിംഗ് ഓഫ് ഷോപ്പ് ദാറ്റ് സെല്ലിംഗ് ഫോറിൻ ഗുഡ്സ്, വിദേശ വസ്തുക്കൾ എന്താ പറയുക വിൽക്കുന്ന ഷോപ്പുകൾ, കടകളെല്ലാവരും കൊള്ളയടിച്ചത് കൊണ്ട് നശിപ്പിച്ച് കളയുക, ആ ഒരു രീതിയും ഇവർ ഫോളോ ചെയ്തിരുന്നു. അപ്പോൾ പ്രധാനപ്പെട്ട 2 പ്രവൃത്തികൾ സ്വദേശി മൂവ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ബോയ്ക്കോട്ട് ചെയ്യുക, വേണ്ടാന്ന് വെക്കുക. ബോയ്ക്കോട്ടിന് കൃത്യമായിട്ടൊരു മലയാളം വാക്കുണ്ട്, ഞാൻ കുറേ ആലോചിക്കുന്നത്, കൃത്യമായിട്ടൊന്നും കിട്ടുന്നില്ല. നമ്മൾ ആ സാധനം വേണ്ടാന്ന് വെക്കുന്ന ഒരു രീതി, അത്. പിന്നെ ഒന്ന് വിദേശ വസ്ത്രങ്ങൾ, വിദേശ നിർമ്മിത വസ്ത്രങ്ങൾ കത്തിച്ചു കളയുക, അതുപോലെ തന്നെ വിദേശ വസ്തുക്കൾ വിൽക്കുന്ന കടകൾ പിക്കറ്റ് ചെയ്യുക, കൊള്ളയടിക്കുക, ഇത്രയും കാര്യങ്ങളാണ് ഇവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് ഇവർ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇതിനോടൊപ്പം തന്നെ ഇതിനെ മുൻനിർത്തിക്കൊണ്ട് മറ്റ് ഓർഗനൈസേഷൻസും വരുന്നുണ്ട്. അങ്ങനെ വന്നിട്ടുള്ളതാണ് സ്വദേശ് ബന്ധബ് സമിതി എന്ന് പറഞ്ഞ സമിതി. അശ്വിനി കുമാർ ദത്ത, അദ്ദേഹം ഒരു സ്കൂൾ ടീച്ചറായിരുന്നു, അശ്വിനി കുമാർ ദത്ത കൊണ്ടുവരുന്നുണ്ട്. ഇതും ഈ സ്വദേശി ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. ദെൻ അപ്പോൾ അങ്ങനത്തെ ചെറുപ്പക്കാരുടെ വോളണ്ടിയർ ഓർഗനൈസേഷൻസ്, അതായത് അവരുടെ നേതൃത്വത്തിലുള്ള കർമ്മനിരതരായിട്ടുള്ള യുവാക്കളെ മുൻനിർത്തിക്കൊണ്ടുള്ള വോളണ്ടിയർ ഓർഗനൈസേഷൻസ് ഒക്കെ വരുന്നുണ്ട്. ഇനി ബാലഗംഗാധര തിലക് ഈ കാലഘട്ടത്തിൽ ഇന്ത്യൻ യൂണിറ്റി അല്ലെങ്കിൽ ഇന്ത്യൻ ഫെസ്റ്റിവൽസ് ഒക്കെ പ്രോത്സാഹിപ്പിക്കും, ഇന്ത്യയിലെ പല ഉത്സവങ്ങൾ നടത്തുക, അതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് ശിവജി ഫെസ്റ്റ്, ഗണപതി ഫെസ്റ്റ്, അതൊക്കെ ബാലഗംഗാധര തിലക് രാജ്യത്ത് വിപുലമായിട്ട് നടത്താൻ തീരുമാനിക്കുന്നത്. അതൊക്കെ ഇന്ത്യയുടെ ഒരു ഐക്യം അല്ലെങ്കിൽ ഇന്ത്യയുടെ തനതായിട്ടുള്ള ആചാരങ്ങൾ, ഇന്ത്യയുടെ കാര്യങ്ങൾ നടപ്പിലാക്കുക, അല്ല വിദേശികൾ പറയുന്ന പോലെ ജീവിക്കുക എന്നല്ലാതെ ഇന്ത്യയിൽ ഇന്ത്യയുടേതായിട്ടുള്ള ആഘോഷങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് അതിനേക്കാൾക്കുപരി കൂടുതൽ ജനങ്ങളെ അണിനിരത്തുക, അതായത് ഇത്തരം മൂവ്മെന്റ്സിന്റെ ഒക്കെ അല്ലെങ്കിൽ ഫെസ്റ്റിവൽസിന്റെ ഒക്കെ ലക്ഷ്യം എന്ന് പറയുന്നത് ജനങ്ങളെ കൂടുതലായിട്ട് അണിനിരത്താൻ സാധിക്കുമെന്ന് കാണിച്ചു കൊടുക്കുക, ബ്രിട്ടീഷുകാരുടെ ഉള്ളിൽ ഭയം ജനിപ്പിക്കുക, ഇതായിരുന്നു ഇത്തരം ഫെസ്റ്റിവൽസിന്റെ ഉത്സവങ്ങളുടെയൊക്കെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ സ്വദേശി ബോയ്ക്കോട്ട് മൂവ്മെന്റ്സിന്റെ ഒക്കെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായിട്ട് പറയുന്നത് ആത്മസഖി എന്നൊരു ഇതാണ്. ആത്മസഖി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൽഫ് റെസ്പെക്ട് എന്നാണ് പറയുന്നത്. ഇന്ത്യക്കാരനെ ബഹുമാനിക്കാൻ, ഇന്ത്യക്കാരോടൊരു റെസ്പെക്ട് ഉണ്ടാവണം എന്നുള്ളത് ഇവർക്ക് നിർബന്ധമാണ്. ബ്രിട്ടീഷുകാർക്ക് എന്താ പറയുക, ഇന്ത്യക്കാരോട് ഭയങ്കര പുച്ഛമായിരുന്നു എന്ന് പറഞ്ഞല്ലേ. അപ്പൊ അത് മാറിയിട്ട് ഇന്ത്യക്കാരിലൊരു റെസ്പെക്ട് ഉണ്ടാവുക, ഡിഗ്നിറ്റി ഓഫ് ദി നേഷൻ, ഇന്ത്യയുടെ അന്തസ്സ് കാത്തു സൂക്ഷിക്കുക, അതായിരുന്നു ഈ ആത്മസഖി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ ആത്മശക്തി എന്നുള്ളതുകൊണ്ട്, സഖിയല്ല ശക്തിയാണ്, ആത്മശക്തി എന്നുള്ളതുകൊണ്ട്. അപ്പൊ ഇന്ത്യക്കാരുടെ ഒരു സെൽഫ് ഡിഗ്നിറ്റി എന്ന് പറയുന്നത്, ഡിഗ്നിറ്റി ഓഫ് ദി കൺട്രി, രാജ്യത്തിന്റെ അഭിമാനം കാത്തു സൂക്ഷിക്കുക അല്ലെങ്കിൽ രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തി കാണിക്കുക, അതായിരുന്നു ആത്മശക്തിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഭാഗമായിട്ട് ഈ ആത്മശക്തി മൂവ്മെന്റ് അല്ലെങ്കിൽ സെൽഫ് റിലയൻസ് അല്ലെങ്കിൽ ഡിഗ്നിറ്റി എന്നതിന്റെ ഭാഗമായിട്ട് ഇവർ നടത്തിയിട്ടുള്ളതാണ് ടെക്സ്റ്റൈൽ മിൽസ് കത്തിക്കുക, എക്സ്പ്ലോഷൻ ചെയ്യുക, വലിയ രീതിയിൽ തന്നെ നശിപ്പിച്ച് കളയുക, തുണി ഷോപ്പുകൾ, സോപ്പ് ഫാക്ടറികൾ, മാച്ച് ബോക്സ് ഫാക്ടറികൾ, ഇൻഷുറൻസ് കമ്പനികൾ, അങ്ങനെ വിദേശികളുടെ കീഴിൽ വരുന്ന പല സ്ഥാപനങ്ങളും കത്തിച്ച് കളയുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഇനി ഇതിന്റെ ഭാഗമായിട്ട് ഈ ഒരു സ്വദേശി മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് പല എന്താ പറയുക കൃതികളും, പല എഴുത്തുകളും സാഹിത്യ കൃതികളും വരുന്നുണ്ട്. അത്തരത്തിൽ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് അമർ സോനാർ ബംഗ്ല എന്നുള്ളത്. അമർ സോനാർ ബംഗ്ല രവീന്ദ്രനാഥ് ടാഗോർ രചിച്ചിട്ടുള്ളതാണ് അമർ സോനാർ ബംഗ്ല എന്നുള്ളത്. ഇത് ബംഗാൾ വിഭജനത്തിന് എതിരെയുള്ള പ്രതിഷേധമായിരുന്നു, രവീന്ദ്രനാഥിന്റെ പ്രതിഷേധമായിരുന്നു ഈ ഒരു കവിത എന്ന് പറയുന്നത്. ഇനി ഇതായിരുന്നു ആ കാലഘട്ടത്തിൽ സ്വദേശി മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്. ദെൻ സ്വദേശി ആൻഡ് ബോയ്ക്കോട്ട് മൂവ്മെന്റ്സ് എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞല്ലേ. നമുക്കറിയാം സ്വദേശി മൂവ്മെന്റ് അതുപോലെ തന്നെ ബോയ്ക്കോട്ട്, എന്താണ് നമ്മൾ ഉപയോഗിക്കാതിരിക്കല്, അങ്ങനത്തെ മൂവ്മെന്റ്സ് ഒക്കെ പ്രധാനമായിട്ടും മുൻനിർത്തിയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു മഹാത്മാഗാന്ധി 1917 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട് വരുന്നത്. അതിനുശേഷം ഇന്ത്യയിലെ ജനങ്ങളെ
കൂടുതലായിട്ട് അണിനിരത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രധാനമായിട്ടുള്ള ഒരു ഇതായിരുന്നു സഹകരണ പ്രസ്ഥാനം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ വിദേശികളുടെ നയങ്ങളോട് സഹകരിക്കാതിരിക്കുക എന്നത് അദ്ദേഹത്തിന്റെ ഒരു ആശയമാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു ആശയം തന്നെയായിരുന്നു എന്താ പറയാ, വിദേശ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക. ഓക്കെ, ബോയ്ക്കോട്ട്, ബഹിഷ്കരിക്കുക, ഇപ്പോഴാണ് കൃത്യമായിട്ടൊരു വാക്ക് കിട്ടുന്നത്. അപ്പൊ ബഹിഷ്കരണം എന്നുള്ളതായിരുന്നു ആശയം എന്ന് പറയുന്നത്. അപ്പൊ ഗാന്ധിജിയും ഇത്തരത്തിൽ ബോയ്ക്കോട്ടിങ് അഥവാ ബഹിഷ്കരിക്കുക എന്നുള്ളതിനെ മുൻനിർത്തിയിട്ട് പോരാട്ടം നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണല്ലേ. അപ്പൊ ബഹിഷ്കരിക്കുക എന്ന് പറയുമ്പോൾ ഗാന്ധിജി കേവലം ബഹിഷ്കരിക്കൽ മാത്രമല്ല, സ്വദേശി വസ്ത്രങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുമ്പോൾ അദ്ദേഹം തന്നെ ചർക്കയിൽ നൂറ്റി ഉണ്ടാക്കിയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടാണ് സ്വദേശി ഉൽപ്പന്നങ്ങളെ അല്ലെങ്കിൽ സ്വദേശി എന്ന് പറയുന്ന ഒരു മൂവ്മെന്റിനെ, ആ ഐഡിയോളജീനെ അദ്ദേഹം പ്രാവർത്തികമാക്കിയതെന്ന് പറയാം. അപ്പൊ അദ്ദേഹം കുറച്ചും കൂടെ ഈ സ്വദേശി മൂവ്മെന്റിനെയും അതുപോലെ തന്നെ ബോയ്ക്കോട്ടിംഗ് മൂവ്മെന്റിനെയൊക്കെ കൂടുതൽ അർത്ഥവത്തായ രീതിയിൽ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് നമുക്ക് പറയാൻ പറ്റും. അതാണ് ഗാന്ധിജിയുടെ സ്വദേശി മൂവ്മെന്റ് കൊണ്ട് നമുക്ക് അറിയാതെ. ചർക്കയിൽ നൂൽ നൂറ്റിട്ടുള്ള ഭക്ഷണം, ചർക്കയിൽ നൂൽ നൂറ്റിട്ടുള്ള വസ്ത്രങ്ങൾ നിർമ്മിച്ച് ധരിക്കുക. അതും വസ്ത്രം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, തൻ്റെ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കി എല്ലാവരും ഒരുപോലെ ആയിരിക്കാൻ വേണ്ടിയിട്ട് വളരെ അത്യാവശ്യ വസ്ത്രങ്ങൾ മാത്രം ധരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഗാന്ധിജി. അപ്പോൾ ഇത്തരം ഒരു മൂവ്മെന്റ്, സ്വദേശി മൂവ്മെന്റ്, അതുപോലെ തന്നെ വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കുക എന്നുള്ളത് അത് ഏറ്റവും പ്രാവർത്തികമായിട്ട് നടപ്പിലാക്കിയ ഒരു വ്യക്തി മഹാത്മാഗാന്ധി തന്നെയായിരുന്നു. അപ്പോൾ ഗാന്ധിജി സ്വദേശി മൂവ്മെന്റ് ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയായിരുന്നു. അപ്പോൾ ഇത്രയാണ് നമുക്ക് പ്രധാനമായിട്ടുള്ള കേഴ്സന്റെ പോളിസീസിനായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള സ്വദേശ ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കലും അതുപോലെ തന്നെ വിദേശ നിർമ്മിത വസ്തുക്കളെ ബഹിഷ്കരിക്കലും എന്ന ഭാഗത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ദെൻ ഇനി എങ്ങനെയായിരുന്നു 1905 ശേഷം ഉണ്ടായിട്ടുള്ള ഈ ഒരു പ്രസ്ഥാനത്തിനെ, ഈ ഒരു റെവല്യൂഷണറി മൂവ്മെന്റ്സിനെ, വിപ്ലവകരമായിട്ടുള്ള മൂവ്മെന്റ്സിനെ എന്ത് സംഭവിച്ചു, അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു നോക്കാം. ഒന്ന്, ഗവൺമെന്റ് അതിനെ സപ്രസ് ചെയ്തുകൊള്ളല്ലേ. ഗവൺമെന്റ് സപ്രഷൻ വളരെ കൂടുതലായിരുന്നു. ഈ ഒരു മാസ് മൂവ്മെന്റിനെ ബ്രിട്ടീഷ് ഗവൺമെന്റ് കുറച്ചൊക്കെ ഭയക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ മിക്ക ലീഡേഴ്സിനെയും, ഇതിനെ മുന്നിൽ നിന്ന് നയിച്ചിട്ടുള്ള പല ലീഡേഴ്സിനെയും ജയിലിലാക്കുകയും ചെയ്തിരുന്നു. അപ്പം പലരും ജയിലിൽ പോയത് വഴി ഈ ഒരു പ്രസ്ഥാനം, ഈ ഒരു സ്വദേശി മൂവ്മെന്റ്സ് ഒക്കെ ഇഫക്റ്റീവ് ആവാതെ പെട്ടെന്ന് തന്നെ കെട്ടടങ്ങുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ടായിരുന്നു. ദെൻ കോൺഗ്രസ് സ്പ്ലിറ്റ്, ഇതിന്റെ ഒരു ഇമ്പാക്റ്റ് ആയിരുന്നു കോൺഗ്രസ് സ്പ്ലിറ്റ് എന്ന് പറയുന്നത്. കോൺഗ്രസ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവുന്നു 1907 മോഡറേറ്റ്സ് ഗ്രൂപ്പ് എന്നും അതുപോലെ തന്നെ എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പ് എന്നും രണ്ടായിട്ട് തിരിയുന്നു. പിന്നെ 1911 പിന്നെയും അത് കൂടിച്ചേരുന്നുണ്ട്. ദെൻ ഓർഗനൈസേഷൻ സ്ട്രക്ചർ, ഇതിന്റെ ഓർഗനൈസേഷൻ സ്ട്രക്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ ഉണ്ടായിരുന്നില്ല എന്ന് വേണം പറയാൻ. അതുകൊണ്ട് തന്നെ പലയിടത്തും ഇതൊരു ഫെയിലിയർ ആവാനും പരാജയമാവാനും കാരണമായിട്ടുണ്ടായിരുന്നു. ദെൻ ഇതിന്റെ ഒരു ലിമിറ്റേഷൻസ് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ലിമിറ്റേഷൻസിനെ കുറിച്ച് പറയുമ്പോൾ ഇത് ഇപ്പോഴും നിൽക്കുന്നത് ഒരു മിഡിൽ ക്ലാസ് ജനങ്ങളുടെ ഇടയിലാണ്. അതിലും താഴേക്ക് വരുന്ന സാധാരണക്കാരല്ല, കോമണേഴ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടല്ലേ, അവരിലേക്ക് ഇത്തരത്തിലുള്ള മൂവ്മെന്റ്സ് ഒന്നും എത്തിയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. AKGയുടെ ആത്മകഥയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. AKG ആദ്യകാലങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരാളായിരുന്നല്ലോ. അതുപോലെ തന്നെ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്കൊക്കെ വരുന്നതിന് മുമ്പേ ഉള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തന കാലഘട്ടം, ആ കാലഘട്ടത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തനവുമായിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ചെല്ലുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള കർഷകരായിട്ടുള്ള ജനങ്ങൾ ഇവരെ അകറ്റി നിർത്തുകയാണ് ചെയ്യുന്നത് എന്നുള്ളത്. കർഷകരായിട്ടുണ്ടെങ്കിൽ വളരെ സാധുക്കളായി ജീവിച്ചിരുന്ന ആൾക്കാർ. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈ ജന്മിത്വ വ്യവസ്ഥിതി ഉണ്ടായിരുന്നല്ലേ നമ്മുടെ നാട്ടിൽ, കേരളത്തിലൊക്കെ. അപ്പൊ ഈ ജന്മിത്വ വ്യവസ്ഥിതിയിൽ അത്രയധികം കഷ്ടപ്പെട്ടിട്ടുള്ള ജനങ്ങളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ ബ്രിട്ടീഷുകാർ വന്നതോട് കൂടിയിട്ട് ബ്രിട്ടീഷുകാരുടെ ഒരു സ്റ്റേജ് കഴിഞ്ഞ് ഈ 1900 കാലഘട്ടമൊക്കെ ആയപ്പോൾ അവരിവിടെ ഫാക്ടറികളൊക്കെ നിർമ്മിച്ചിട്ടുണ്ടല്ലോ, വിവിധങ്ങളായിട്ടുള്ള ടെക്സ്റ്റൈൽ ഷോപ്പുകൾ, അതുപോലെ തന്നെ സോപ്പ് ഫാക്ടറി, മാച്ച് ബോക്സ് ഫാക്ടറി, പിന്നെ അത്തരത്തിലുള്ള കുറെ തൊഴിലുകൾ പുതുതായിട്ട് വരുന്നുണ്ട്. ഇപ്പൊ ബീഡി തൊഴിലാളികൾ പോലത്തെ തൊഴിലാളികൾ വരുന്നുണ്ട് പുതുതായിട്ട്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ പുതിയ ചെറിയ ഫാക്ടറികളൊക്കെ വരുമ്പോൾ ഇവിടെ അതുവരെ അടിയാൻ അല്ലെങ്കിൽ കുടിയാൻ എന്നൊക്കെ പറഞ്ഞ് ജീവിച്ചിരുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് പുതിയ തൊഴിൽ അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അവർക്ക് കമ്പനിയുടെ കീഴിൽ ജോലി ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പോൾ അവര് ഈ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഇതിനെ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജന്മിത്ത വ്യവസ്ഥിതിയിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമായിട്ടും കൂടെ പല സാധാരണക്കാരും ഇതിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഒരു മിഡിൽ ക്ലാസ് ആൾക്കാരാണ്. മിഡിൽ ക്ലാസ് ആൾക്കാരെന്ന് പറയുമ്പോഴും ഇതിൽ ഈ ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തനമായിട്ട് ആദ്യ കാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ആരാണ്, കുറച്ച് സോ കോൾഡ് സവർണ വിഭാഗക്കാരായിരുന്നു. അവരാണ് ഇതിലേക്ക് ആദ്യം, അവരാണ് പെട്ടെന്ന് വിദ്യാഭ്യാസം നേടിയവരൊക്കെ. അപ്പോൾ ഈ വിദ്യാഭ്യാസം നേടിയ ഇവരാണ് ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് സാധാരണക്കാരുടെ അടുത്തേക്ക് ചെല്ലുന്നൊക്കെ. അപ്പൊ ഈ സാധാരണക്കാർ ഈ വിദ്യാഭ്യാസം നേടിയ മധ്യവർഗക്കാരെ കാണുന്നത് എങ്ങനെയാണ്, തങ്ങളെ ചൂഷണം ചെയ്തവരുടെ മക്കളോ അങ്ങനെയൊക്കെ ആയിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പൊ ചൂഷണം ചെയ്തിരുന്നവരുടെ തലമുറയിൽപ്പെട്ടവർ എന്ന രീതിയിലാണ് ഇവിടുത്തെ സാധാരണക്കാർ ഇവരെ നോക്കി കാണുകയും ചെയ്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകർ. അപ്പൊ അതുകൊണ്ട് തന്നെ സാധാരണക്കാര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗമായി നിൽക്കാനോ പ്രവർത്തിക്കാനോ തയ്യാറാവാത്തൊരു സ്ഥിതി ഉണ്ടായിരുന്നു എന്ന് AKG ഒക്കെ പറഞ്ഞിട്ടുണ്ട് ആത്മകഥയിൽ. അപ്പൊ അത് തന്നെയാണ് ഇവിടെയും പറയുന്നതിന്റെ ലിമിറ്റേഷൻസ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. അതായത് ഒരു മധ്യവർഗത്തിന്റെ ഇടയിൽ വരെ മാത്രമാണ് എത്തി നിൽക്കുന്നത്, അതിലും താഴോട്ട് പോകാൻ ഇവർക്ക് പറ്റിയിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു ലിമിറ്റേഷൻസ് തന്നെയായിരുന്നു. ദെൻ ഐഡിയാസ് പലപ്പോഴും ഫെയിൽഡ് ആവുന്ന സ്ഥിതി ഉണ്ടായിരുന്നു, പൂർണ്ണമായിട്ടും അതിൻ്റെ പ്രധാന ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ല എന്നുള്ളത്. പിന്നെ ലീഡർഷിപ്പിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ബാലഗംഗാധര തിലകനെ 6 വർഷത്തോളം ജയിലിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അരബിന്ദോ ഘോഷ്, അങ്ങനെ പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ ജയിലിലാവുകയും പലരും പല സ്ഥലത്തേക്ക് ഒളിവിൽ പോകേണ്ടി വരികയും അങ്ങനത്തെ സ്ഥിതി ഉണ്ടായപ്പോൾ മുന്നിൽ നിന്ന് നയിക്കാൻ ഒരു ലീഡർഷിപ്പ് ഇല്ലാത്തത് കൊണ്ടും ഈ ഒരു മൂവ്മെന്റ് കുറച്ച് കഴിയുമ്പോൾ എന്താവുകയാണ്, ഇല്ലാതാവുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടാകുന്നത്. ഒരു 1995 ഒരു 1911 വരെയൊക്കെ മാക്സിമം, അത്രയും എത്തിയില്ല, അതിന്റെ മുമ്പ് തന്നെ ഇതിൽ നിന്ന് കൊഴിഞ്ഞുപോക്കുകൾ ഉണ്ടായി എന്നാണ് പറയുന്നത്. അപ്പൊ എന്തൊക്കെയായിരുന്നു, എങ്ങനെയായിരുന്നു ഇതിന്റെ തകർച്ച അല്ലെങ്കിൽ ഫെയിലിയേഴ്സിൽ വരുന്ന എന്തൊക്കെയാണ്, ഗവൺമെന്റിന്റെ സപ്രഷൻ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഗവൺമെന്റ് ഇതിനെ അടിച്ചമർത്തിയിട്ടുണ്ട്, കോൺഗ്രസിൽ സ്പ്ലിറ്റ് ഉണ്ടായിട്ടുണ്ട്, ദെൻ ഓർഗനൈസേഷനിൽ അതിന്റെ നടത്തിപ്പില് പാളിച്ചകൾ വന്നിട്ടുണ്ട്, ഇതിന് ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്നു, ഇതിൽ ആളുകൾ പങ്കെടുക്കുന്നതിൽ ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്നു, ദെൻ പ്രധാനപ്പെട്ട ലീഡേഴ്സ് ഒക്കെ ഇല്ലാതാവുന്ന ഒരു സ്ഥിതിയും ഉണ്ടായിരുന്നു. ഇത്രയാണ് ഈ ഒരു യൂണിറ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക്